ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? ഞാനിന്ന് ടോട്ടലി ഡിഫറെൻ്റായൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന, ദുബായിൽ സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ന്യൂ കമേഴ്സ്, ന്യൂലി മാരീഡ് കപ്പിൾസിനുള്ള കുറച്ച് ഇൻഫോർമേഷനും അവരുടെ ഡൗട്ട്സുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ന്യൂലി മാരീഡ് കപ്പിൾസിന് മാത്രമല്ല ഈ വീഡിയോ. വേറെ ഏതെങ്കിലും രാജ്യത്ത് ഉള്ളവരുടെ കമ്പനി ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് കപ്പിൾ ഇങ്ങോട്ട് താമസം മാറുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഡൗട്ട്സാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഞാനും ഹസ്ബൻഡും മാത്രമാണ് ഇപ്പോൾ ദുബായിലുള്ളത്. ഒരു കപ്പിൾ വേർഷനാണ്, ഞങ്ങൾ ടൂറിസ്റ്റ് അല്ല. അപ്പോൾ ഇവിടെ ഓരോ പ്രാവശ്യത്തെ എക്സ്പെൻസുകളാണ് ഞാൻ പറയുന്നത്. ആദ്യം ഗ്രോസറി എക്സ്പെൻസസ് ആണ്, ഫുഡ്. അതിന് ഒരു മാസം എത്ര എക്സ്പെൻസ് വരും, അങ്ങനെയുള്ളൊരു എസ്റ്റിമേറ്റ് ഐഡിയ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നോർമൽ പീപ്പിളുടെ എക്സ്പെൻസാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൽ ഞങ്ങൾ ടൂറ് പോകുന്നില്ല, ഹോട്ടലിൽ പോകുന്നില്ല. അങ്ങനെ ഒരു 10 ദിവസത്തെ ബഡ്ജറ്റ് ട്രാക്ക് ചെയ്തിട്ടാണ് 1 മന്തിൻ്റെ എക്സ്പെൻസ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. അതിനായി കുറേ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു 10 ദിവസത്തെ ഞങ്ങളുടെ ഷോപ്പിങ്ങിൻ്റെ ബഡ്ജറ്റൊക്കെ ഒരു എക്സൽ ഷീറ്റിൽ എഴുതി അതിനെ ട്രാക്ക് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എവരി സൺഡേയാണ് ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് ഡേ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണിച്ചു തരാം. ആട്ട, പാല്, പഞ്ചസാര, കോക്കനട്ട് മിൽക്ക് പൗഡർ, ഒരു മലയാളി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഫ്രൂട്ട്സുകൾ, കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ, വേഗം കേടാവുമല്ലോ. അപ്പോൾ കുറച്ചേ വാങ്ങുകയുള്ളൂ. പിന്നെ ഗീ, കൊറിയാൻഡർ, തേങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ വെജിറ്റബിൾസ് 7 ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും വാങ്ങാറ്. 7 days in a week കണക്കാക്കിയിട്ടാണ് വാങ്ങുക. പിന്നെ ഓണിയൻ, ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം ഉണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെയൊക്കെ വില കൂടിയും കുറഞ്ഞും എല്ലാം ഇരിക്കുമല്ലോ. ഇത്രയും സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ബില്ലാണ് ഇവിടെ കൊടുക്കുന്നത്. ഞങ്ങൾ കരാമയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങാറുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായി പുറത്തു പോയാൽ ചിലപ്പോൾ ഫിഷ്, എഗ്ഗ്, പിന്നെയും അത്യാവശ്യം സ്നാക്സുകൾ അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. മെയ് മാസത്തിലെ ഒരു 10 ദിവസത്തെ ഷോപ്പിംഗാണ് ഞാൻ എൻ്റെ ഈ ട്രാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. വൺ വീക്ക് കഴിഞ്ഞു, അടുത്ത സൺഡേ ആയി. അഗെയിൻ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിനായി പോകുകയാണ്. 10 ദിവസത്തെ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ബില്ലാണ് ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. വീണ്ടും ഇതാ കുറേ വെജിറ്റബിൾസൊക്കെ വാങ്ങുന്നുണ്ട്. ഡാല്, മുട്ട, ചിക്കൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബില്ലും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാനുണ്ടാക്കിയ എക്സൽ ഷീറ്റ് ഒന്ന് കാണിച്ചു തരാം. 10 days കപ്പിൾ ലിവിങ്ങിന് 367 dirhams വരുന്നുണ്ട്. അതിന് 30 days ആക്കുമ്പോൾ ഇൻറ്റു 3,100 വരുന്നുണ്ട്. ഇനി സിംഗിൾ പേഴ്സൺ എത്ര വരും ചോദിച്ചാൽ 551 ആണ്. പെർ ഡേ എക്സ്പെൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ മണിയിലും എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യണത് ഞാൻ മെയ് 15 ഡേറ്റാണ് ഇട്ടിരിക്കുന്നത്. 26 വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഫുഡ് ആൻഡ് ഗ്രോസറി ഐറ്റംസിൻ്റെ ഒരു കണക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നിരിക്കുന്നത്. ഇനി ഹൗസിങ്ങിൻ്റെ ഒരു കണക്ക് കിട്ടണമെങ്കിൽ
ഇവിടെ ദുബായിൽ പല വിധത്തിലുള്ള റെൻറ്റുകൾ കിട്ടുന്ന സ്ഥലമുണ്ട്. ഫ്ലാറ്റുകളുണ്ട്, വില്ലകളുണ്ട്, സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഷെയറിങ് അക്കോമഡേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ. മെട്രോ യൂസ് ചെയ്യാം, ബസ്സാവാം, കാറാവാം. അതുകൊണ്ടൊരു കറക്റ്റൊരു ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എൻ്റെ പേഴ്സണലാണ്. ഇറ്റ് മേ ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ വീഡിയോകളുമായി വരാം. താങ്ക് യു ഫോർ